Good morning and Jai Hind to all. Today we are to discuss a new section of trigonometry. That is sum and difference formula. This section വന്നിട്ട് നിങ്ങൾ കുറച്ച് ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കുക. ഇതിൻ്റെ പ്രൂഫ് CBSE സിലബസ് പ്രകാരം ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് നിങ്ങളെ റിസൾട്ട് ഒരു 4 ട്രിഗണോമെട്രിക് റിലേഷൻ ഫോർമുലാസ് ഉണ്ട്, സം ഫോർമുല ആൻഡ് ഡിഫറൻസ് ഫോർമുല ആയിട്ട്. ഇത് ബൈ ഹാർട്ട് ആക്കി അതിന് ബേസിലുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പോയാൽ മതി. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഏകദേശം ഒരു 1 hour നമുക്ക് സ്പെൻഡ് ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഫോം ചെയ്യാൻ പറ്റും. അതിപ്പോൾ സിലബസ് പ്രകാരം അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കി ബാക്കി ആ ഫോർമുല ബൈ ഹാർട്ട് ആക്കി മുന്നോട്ട് പോകാം. Okay, now the first formula is sin of a plus b is equal to sin a cos b plus cos a sin b. Then second is sin of a minus b is equal to sin a cos b minus cos a sin b. ഇവിടെ വന്നിട്ട് ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സെയിം ടേംസ് ആണ്, ബട്ട് സൈൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. എ പ്ലസ് ബി ചെയ്യുമ്പോൾ റൈറ്റിൽ പ്ലസ്, എ മൈനസ് ബി റൈറ്റിൽ മൈനസ്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് സൈൻ ബി ആൻഡ് സെക്കൻഡ് ഈ സൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് സൈൻ ബി. ഇറ്റ്സ് ദ ഫസ്റ്റ് സം ആൻഡ് ഡിഫറൻസ് ഫോർമുല. സിമിലർലി നമ്മൾ കോസിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോസ് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. And second is cos a minus b is equal to cos a cos b plus sin a sin b. This is second formula, sum and difference. Ini one more formula നമുക്ക് available ആണ്. That is tan of a plus b and tan of a minus b. അത് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ബൈ ഹാർട്ട് ദീസ് 4 ഫോർമുലാസ്. ഈ ഫോർമുലാസ് നമുക്ക് ബൈ ഹാർട്ട് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഈസ് സൈൻ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് സൈൻ ബി ആൻഡ് സെക്കൻഡ് ഈസ് സൈൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് സൈൻ ബി. ഇവിടെ പ്ലസ് വരുമ്പോൾ റൈറ്റ് സൈഡിൽ പ്ലസ്, മൈനസ് വരുമ്പോൾ മൈനസ്. സൈൻ കോസ് കോസ് സൈൻ. സെക്കൻഡ് ഈസ് കോസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ലെഫ്റ്റ് സൈഡ് പ്ലസ് വാല്യൂ വരുമ്പോൾ കോസ് സം ഫോർമുല കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ റൈറ്റ് സൈഡ് നെഗറ്റീവ് സൈൻ. കോസ് എ കോസ് ആണ്, കോസ് കോസ് സൈൻ സൈൻ. Then cos of a minus b is equal to cos a cos b plus sin a sin b. Okay, first of all by heart these 4 formulas, then we will do some problems. Okay, ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യിക്കുക. നിങ്ങൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഫോർമുല നമുക്ക് ആവശ്യമുണ്ടാവും. ഫസ്റ്റ് ഈസ് സൈൻ ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. Second is sin a minus b equal to sin a cos b minus cos a sin b. Then cos of a plus b equal to cos a cos b minus sin a sin b, and cos a minus b is equal to cos a cos b plus sin a sin b. Okay, now we do some problems using these formulas. Okay, we will do some problems. Okay, first question is find the value of sin 15. Find the value of sin 15. റിഡക്ഷൻ ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ 0-ക്ക് 90-ക്ക് ഇടയ്ക്കുള്ള കുറച്ച് വാല്യൂസ് ഓൾറെഡി നിങ്ങൾ ബൈ ഹാർട്ടാണ്. സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60 ആൻഡ് സൈൻ 90 ഈസ് ഓൾറെഡി യു നോ. പക്ഷേ ഇതിനിടയ്ക്കുള്ള ചില വാല്യൂസ് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ കഴിയാതെ വരുന്ന ചില വാല്യൂസ് ഉണ്ട്. ആ പർട്ടിക്കുലർ വാല്യൂസ് നമുക്ക് ഈ സം ആൻഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് വാല്യൂ ആണ് സൈൻ 15. Here sin 15, first of all you write sin 15 is equal to sin of 45 minus 30. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ സൈൻ 45 കോസ് 45 സൈൻ 30 കോസ് 30യുടെ വാല്യൂ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ 15 നമ്മൾ 45 മൈനസ് 30 എന്ന് എക്സ്പ്രസ് ചെയ്തു.
Then we apply formula sin A minus B. You know sin A minus B formula is sin A cos B minus cos A sin B. Using that formula, right? Sin A corresponding value is 45. That is sin A cos B minus cos A sin B. Because here A corresponding value is 45 and B corresponding value is 30. Using that formula, sin A minus B is equal to sin A cos B minus cos A sin B. You know the value of sin 45 is 1 by root 2. Cos 30 answer is root 3 divided by 2. Again cos 45 you know 1 by root 2 and sin 30 is 1 by 2. That is equal to here the common denominator is 2 root 2 and numerator is 1 into root 3 minus 1 into 1 1. That's all. That is the value of sin 15 is root 3 minus 1 divided by 2 root 2. Similarly, we find also sin 75 also. You know sin 75. Sin 75 നമുക്ക് ഇതേപോലെ ഈ സം ആൻഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Sin 75. Sin 75 is equal to, first of all we express 75 as 45 plus 30. കാരണം നമുക്ക് sin 45ൻ്റെ വാല്യൂം cos 45ൻ്റെയും sin 30യുടെയും cos 30യുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ sin 75നെ 45 plus 30 എന്ന് എക്സ്പ്രസ് ചെയ്യാം. Then we apply formula sin A plus B. Sin A plus B formula sin A cos B. What is sin A plus B? Sin A cos B plus cos sin B. Here A angle A corresponding to 45 and B corresponding to 30. Therefore sin 45 into cos 30 plus cos 45 into sin 30. You know the value of sin 45 is 1 by root 2. And the value of cos 30, you know the cos 30 value is root 3 by 2 plus again cos 45 is 1 by root 2 and sin 30 is 1 by 2. Here the common denominator is 2 root 2 and numerator is 1 into root 3 plus 1 into 1 1. That's all. And therefore we get sin 75 answer is root 3 plus 1 divided by 2 root. ഇതേ മോഡൽ തന്നെ നിങ്ങൾക്ക് cos 15ൻ്റെ വാല്യൂ ആൻഡ് cos 75 ഇതെല്ലാം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഹോംവർക്ക് അടിക്കാം. Cos 15 and cos 75 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് കണ്ടുപിടിക്കുക. പിന്നെ cos of 15 expressed as cos of 45 minus 30. Then you use formula cos of A minus B, cos A cos B plus sin A sin B. We get answer. I think answer is root 3 plus 1 by root 2 root 2 and cos 75. Similarly cos 75. Here cos 75 is written as cos of 45 plus 30. Then using formula cos of A plus B, cos A cos B minus sin A sin B, we get answer cos 75. That is answer is root 3 minus 1 by 2 root 2. Try to find the value of cos 15 and cos 75. Okay, that's all. Now discuss some extra questions using this formula. അത് കുറച്ച് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെസ്റ്റിൽ ഈ ഫോർമുല ബേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് sin 150 into cos 120 sin 150 into cos 120 minus cos 150 into sin 120 is equal to 1 by 2. Prove that sin 150 into cos 120 minus cos 150 into sin 120 is equal to 1 by 2. ഇത് നമുക്ക് റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ അത് കുറച്ച് ലെന്തിയാണ്. പക്ഷേ യൂസിങ് സം ആൻഡ് ഡിഫറൻസ് ഫോർമുല വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദി sin 150 into cos 120 minus cos 150 into sin 120 equal to 1 by 2 എന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ യു ടേക്ക് LHS, that is sin 150 into cos 120 minus cos 150 into sin 120. ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആംഗിൾ ഉണ്ട്. റിപ്പീറ്റ് ആംഗിൾ 150 ആൻഡ് 120 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വി പുട്ട് 150 is equal to A എന്ന് സപ്പോസ് ചെയ്യുക ആൻഡ് 120 ഡിഗ്രിയെ നിങ്ങൾ B എന്ന് സപ്പോസ് ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫംഗ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ട്രിഗണോമെട്രി വാല്യൂസ് 150 A cos B 120 equal to B. Therefore sin A cos B minus cos A sin B is equal to, you know, what is sin A cos B minus cos sin B? Is sin of A minus B. Then we apply formula sin A minus B. Okay, then we replace A and B. That is sin of, what is A angle?
150 degree and B angle 120 degree is equal to sine 150 minus 120, 30 degree, and you know the value of sine 30 is 1 by 2 is equal to, we get answer RHS. That's all. It's very simple. Otherwise, മറ്റൊരു മെത്തേഡ് എന്ന് വെച്ചാൽ 150 180 മൈനസ് 30 എന്നോ 120 180 മൈനസ് 60 കൺവേർട്ട് ചെയ്ത് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. സപ്പോസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന യൂസിൻ റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്യുക. അതർവൈസ് ആണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. സം ആൻഡ് ഡിഫറൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. സൈൻ എ കോസ് ബി മൈനസ് കോസ് സൈൻ ബി കൺവേർട്ട് ചെയ്യുമ്പോൾ വി അപ്ലൈ ഫോർമുല സൈൻ ഓഫ് എ മൈനസ് ബി, ദെൻ റീപ്ലേസ് എ ബൈ 150 ആൻഡ് ബി ബൈ 120, വി ഗെറ്റ് ആൻസർ സൈൻ 30 ആൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 30 ഈസ് 1 by 2. ദാറ്റ്സ് ഓൾ. ഓക്കെ. Okay, I will do one more question similar to this using this formula. Okay. The next question is, prove that sine of 40 plus x into cos of 10 plus x minus cos of 40 plus x into sine of 10 plus x equal to 1 by 2. Prove that sine of 40 plus x into cos of 10 plus x minus cos of 40 plus x into sine of 10 plus x equal to 1 by 2 എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താ ചെയ്യുക, ഇതിൻ്റെ LHS സെലക്ട് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ട് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ദാറ്റ് ഈസ് സൈൻ ഓഫ് 40 plus x into cos of 10 plus x minus cos of 40 plus x into sine of 10 plus x. ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ റിപ്പീറ്റഡ് ആംഗിൾ. ഇവിടെ റിപ്പീറ്റഡ് ആംഗിൾ ആയിരിക്കും 40 plus x ആൻഡ് 10 plus x. സോ ഫസ്റ്റ് വി പുട്ട് 40 plus x ഈസ് ഈക്വൽ ടു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് റിപ്പീറ്റഡ് ആംഗിൾ 10 plus x നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് therefore LHS ഇങ്ങനെ ചേഞ്ച് ചെയ്യും. സൈൻ 40 plus x എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് cos b minus cos a into sin b ആവും. Which is of the form sin a cos b minus cos sin b sin a minus b. അപ്പോൾ നമ്മൾ sin a minus b ഫോർമുല അപ്ലൈ. b is equal to sin a minus b is equal to sin of, here a, what is a here, 40 plus x which in a bracket minus b, what is b, 10 plus x which in a bracket, that is equal to sin of, ഈ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം, that is 40 plus x minus 10 minus x. Here x is cancel is equal to, we get answer 40 minus 10 is, you know, answer is 30 is equal to 1 by 2 is equal to RHS. That's all, we get answer. Okay, we get all of prove that type questions വരുമ്പോൾ റിപ്പീറ്റഡ് ആംഗിളിന് എ ബി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ പഠിച്ച സം ആൻഡ് ഡിഫറൻറ്റ് ഫോർമുല ആയെങ്കിലും ഒന്നിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. then we get answer. Okay. Next question is, prove that cos of 45 minus x into cos of 45 minus y, cos of 45 minus x into cos of 45 minus y minus sin of 45 minus x into sin of 45 minus y is equal to sin of x plus y equal to sin of x plus y. Okay, ഇത് അപ്രൂവ് ചെയ്യേണ്ടത്. cos of 45 minus x into cos of 45 minus y minus sin of 45 minus x into sin of 45 minus y equal to sin of x plus y. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 10th പഠിച്ച ഒരു ഫോർമുല നിങ്ങൾ റിമൈൻഡ് ചെയ്യേണ്ടി വരും. 10th പഠിച്ചിട്ടുണ്ടാവും. sin 90 minus an angle is equal to, answer is cos theta. 10th പഠിച്ചതാണ്. sin 90 minus theta complementary angle formula. Similarly cos 90 minus theta, answer is sin theta. Okay, also tan 90 minus theta cot 90 minus theta tan theta. Okay, that's all. ഇവിടെ നമുക്ക് ഇത്രയും ഓർമ്മിച്ചത് sin 90 minus theta is cos theta and cos 90 minus theta sin theta. Okay, first of all you take a LHS, that is cos of 45 minus x into cos of 45 minus y minus sin of 45 minus x into sin of 45 minus y. ഇവിടെ നമുക്ക് റിപ്പീറ്റ് ആംഗിൾ ആരാ, റിപ്പീറ്റ് ആംഗിൾ 45 minus x and
45 minus y. So first of all we put a is equal to 45 minus x, അല്ലെങ്കിൽ 45 minus x equal to a, and second 45 minus y ക്ക് വരും b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, and therefore left side എങ്ങനെ ചേഞ്ച് ചെയ്യുക, cos a cos b minus sin a sin b എന്ന് ചേഞ്ച് ചെയ്യും. ബിക്കോസ് 45 മൈനസ് എക്സിന് എ കൊടുത്തു, 45 മൈനസ് വൈക്ക് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ് സൈഡ് ഉള്ളത് സെക്കൻഡ് ടൈമിലും അങ്ങനെ തന്നെ. വിച്ച് എങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ടു, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. യു നോ വാട്ട് ഈസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഈസ് കോസ് ഓഫ് എ പ്ലസ് ബി. സം ഫോർമുല കോസ് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എ പ്ലസ് ബി. ഇനി എന്ത് ചെയ്യുക, എ ആൻഡ് ബി തിരിച്ചു കൊടുക്കുക. ദറ്റ് ഈസ് കോസ് ഓഫ് വാട്ട് ഈസ് എ കറസ്പോണ്ട് ടു ആംഗിൾ ഈസ് 45 മൈനസ് എക്സ് which in a bracket plus second is 45 minus y. Okay, that is equal to cos of, you know what is 45 plus 45 is 90. രണ്ട് ടൈമിൽ നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ നെഗറ്റീവ് കോമൺ സെലക്ട് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതി. മൈനസ് എക്സ് പ്ലസ് മൈനസ് വൈ ആയിരുന്നു, അവിടുന്ന് മൈനസ് കോമൺ എടുത്ത് 90 മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇതൊരു ആംഗിളാണ്, എക്സ് പ്ലസ് വൈ ഇസ് ആൻ ആംഗിൾ. അപ്പോൾ കോസ് 90 മൈനസ് എക്സ്, you know what is cos 90 minus theta, sin theta. Then here we get answer cos 90 minus of x plus y, answer is sin theta. Here theta corresponding to angle is x plus y. Sin of x plus y equal to RHS. Okay, so cos 90 minus of x plus y, answer is sin of x plus y equal to, we get RHS. Okay, okay, let's do one more question using this formula. These are questions എല്ലാം തന്നെ നിങ്ങളുടെ NCERT ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സൈൻ ഓഫ്, പ്രൂവ് ദാറ്റ് സൈൻ ഓഫ് n plus 1 into x into സൈൻ ഓഫ് n plus 2 into x plus cos of n plus 1 into x into cos of n plus 2 into x equal to cos x, equal to cos x. Sin of n plus 1 into x into sin of n plus 2 into x plus cos of n plus 1 into x into cos of n plus 2 into x. ഇവിടെ നിങ്ങൾക്ക് നമ്മളിത് പ്രൂവ് ചെയ്യുന്ന കേസിൽ എൻ്റെ റിപ്പീറ്റഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ n plus 1 into x ആൻഡ് n plus 2 into x ആണ് ഇവിടുത്തെ ആംഗിൾസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ you take LHS, that is sin of n plus 1 into x into sin of n plus 2 into x plus cos of n plus 1 into x into cos of n plus 2 into x. Here the repeated angle is n plus 1 into x and n plus 2 into x. Okay, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. That is put n plus 1 into x is equal to a and n plus 2 into x is equal to b സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. And therefore our left side change ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യുക, sin a n plus 1 into x a, ഇത് b ആ, അപ്പോൾ sin b plus cos a n plus 2 into x b ആ, അപ്പോൾ cos b is equal to, which is of the form sin a sin b plus cos a sin b. sin a sin b plus cos a sin b നമുക്ക് പോസിറ്റീവ് ടൈം ആയതുകൊണ്ട് cos a cos b plus sin a sin b എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. പോസിറ്റീവ് ആയിട്ട് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നേട്ടം, which is of the form cos a cos b plus sin a sin b, you know the formula is cos of a minus b is equal to cos of a minus b is equal to cos of a, here what is a, n plus 1 into x minus of n plus 2 into x, cos of a minus b is equal to cos of x into a. So therefore nx plus 1 into x. ഇനി n into x nx മൈനസ് കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് nx ആവും. 2 into x 2x, അത് n-ന് x കൊണ്ട് ഇൻറ്റു ചെയ്തു, 2-ന് x കൊണ്ട് ഇൻറ്റു ചെയ്തു. n into x nx പുറത്തുള്ള മൈനസ് മൈനസ്, 2 into x 2x പുറത്തുള്ള മൈനസ് മൈനസ് 2x is equal to cos of, here nx and x cancel, you know what is x minus 2x is minus x. What is cos minus theta, already you know, sin minus theta is minus sin theta, cos minus theta is cos theta, that is cos x. Okay, is equal to, we get answer RHS. You get answer RHS. Okay, so sin cos minus x equal to cos x. Actually cos minus x equal to cos x ആണ് reason ഈ ഫോർമുലയാണ്. cos a minus b ആണ്.
When a is equal to 0 and b equal to x, we get answer cos of 0 minus x, cos minus x equal to cos 0 into cos x plus sin 0 into sin x ആവും. sin 0 times 0 ആവുകയും we get answer 1 into cos. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഡെവലപ്പ് ഇപ്പോൾ എയ്ക്ക് പകരം 0 ആൻഡ് ബിക്ക് എക്സ് കൊടുക്കുമ്പോൾ cos of 0 minus x, 0 minus x എന്ന് പറയുമ്പോൾ minus x equal to cos 0 into cos x plus sin 0 into sin x ആവും. That is cos of minus x equal to, you know the value of cos 0 is 1 into cos x, then sin 0 is 0, a term vanish you. And cos of minus x is equal to answer cos x എന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ സം ആൻഡ് ഡിഫറൻസ് പോലെ തന്നെയാണ് ഈ സൈൻ മൈനസ് എക്സ് കോസ് മൈനസ് എക്സ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ കോസ് മൈനസ് എക്സ് ഇസിക്കൽ ആൻസർ ഇസ് കോസ് എക്സ് ആണ്. സോ വി ഗെറ്റ് ആൻസർ കോസ് എക്സ്. ഓക്കെ, സിമിലർ കാറ്റഗറിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്യാം. We'll do one more question. The next question is, prove that sin of x plus y divided by sin of x minus y is equal to tan x plus tan y divided by tan x minus tan y. Prove that sin of x plus y divided by sin x minus y equal to tan x plus tan y divided by tan x minus tan y. First of all, you take LHS, that is sin of x plus y divided by sin of x minus y. Here we apply sin of a plus b formula. You know sin of a plus b, sin a cos b plus cos sin b. Using that formula we get a sin x into cos y plus cos x into sin y the whole divided by sin x into cos y minus cos x into sin y എന്നായി ആ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രൂവ് ദാറ്റ് ടേമിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ പ്രൂവ് ദാറ്റ് ടേം വന്നിട്ട് ഇൻ ടേംസ് ഓഫ് ടാനിലാണെങ്കിൽ ഹിയർ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് ഫൈ, അങ്ങനെയാണ് ഡിവിഷൻ നടത്തിയാലേ ടാനിലോട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അല്ല പ്രൂവ് ചെയ്യേണ്ട ടൈം ഇൻ ടേംസ് ഓഫ് കോട്ടിലാണെങ്കിൽ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ, അത് കോമൺ ഡിവിഷനാണ്. ഇപ്പോൾ ഇവിടെ സിംഗിൾ ടൈമാണ് വരുന്നതെങ്കിൽ ഓൺലി കോസ് ഒരൊറ്റ ആംഗിൾ, ഇവിടെ 2 ആംഗിൾസ് ഒന്നുകൊണ്ടാണ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. ഇപ്പോൾ സപ്പോസ് ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സൈൻ എക്സ് പ്ലസ് കോസ് വൈ ലോവർ കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ, ആ ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ കോസ് എക്സ് കൊണ്ട് മാത്രം ഡിവിഷൻ നടത്തും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ is equal to, division നടത്തുക മീൻസ് ഈച്ച് ടേം ഈസ് ഡിവൈഡിങ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ്. ഒരു ടേം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഡിവിഷൻ നടത്തുമ്പോൾ വാല്യൂ ചേഞ്ച് വരില്ല. ദാറ്റ് ഈസ് ആദ്യം സൈൻ എക്സ് ഇൻറ്റു കോസ് വൈയെ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യും, പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈയും കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആൾസോ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് വൈയും കോസ് എക്സ് ഇൻറ്റു സൈൻ വൈയെ നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യും, കോസ് എക്സ് ഇൻറ്റു കോസ് വൈ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് കോമൺ ആയിട്ട് വരുന്ന ട്രിഗണോമെട്രി ആംഗിൾസ് അല്ലേ, കോസ് വൈ ഹിയർ കോസ് എക്സ് ഹിയർ ആൾസോ കോസ് വൈ ആൻഡ് കോസ് എക്സ് ക്യാൻസൽ ഈസ് ഈക്വൽ ടു, യു നോ വാട്ട് ഈസ് സൈൻ ബൈ കോസ്, ആൻസർ ഈസ് ടാൻ എക്സ് പ്ലസ് സൈൻ ബൈ കോസ് അഗെയിൻ ടാൻ വൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് ടാൻ വൈ എന്നായി മാറും. ദാറ്റ്സ് ഓൾ വി ഗെറ്റ് ആൻസർ RHS. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോൾ ഓർമ്മിക്കുന്ന എത്ര കാര്യം മാത്രമേ ഉള്ളൂ, ഈ പ്രൂവ് ചെയ്യുന്ന ടൈം നോക്കുക. ഇപ്പോൾ സൈൻ എ പ്ലസ് വൈ ബൈ അല്ലെങ്കിൽ സൈൻ എക്സ് പ്ലസ് വൈ ബൈ സൈൻ എക്സ് മൈനസ് അല്ലെങ്കിൽ സൈൻ എ പ്ലസ് ബി ബൈ സൈൻ എ മൈനസ് ബി, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. പ്രൂവ് ദാറ്റ് ടൈമിനാണ് ഇമ്പോർട്ടൻറ്റ്. പ്രൂവ് ദാറ്റ് ടൈം ഇൻ ടൈംസ് ഓഫ് ടാനിലാണെങ്കിൽ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എ കോസ് ബി അല്ലെങ്കിൽ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. സപ്പോസ് പ്രൂവ് ചെയ്യേണ്ട ടൈം ഇൻ ടൈംസ് ഓഫ് കോട്ടിലാണെങ്കിൽ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എന്തുകൊണ്ടാണ് ഡിവിഷൻ നടത്തുക, സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. ഓർമ്മിച്ചാൽ മാത്രം മതി. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ഞങ്ങൾക്ക് നോട്ട് ചെയ്യാം. ആദ്യത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈ ഡിവൈഡഡ് ബൈ കോട്ട് എക്സ് മൈനസ് കോട്ട് വൈ. ഹിയർ ഇതിന് എക്സ്പാൻഡ് ഫോർമുല യൂസ് ചെയ്ത് എക്സ്പാൻഡേഷൻ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ വി ഗെറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് എ പ്ലസ് ബി സൈൻ എ മൈനസ് ബി
കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബീസുള്ള ഇൻസിയറായിട്ട് ബീസുള്ള കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടാൻ എ പ്ലസ് ബി, ടാൻ എ മൈനസ് ബീസുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് തരാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബൈ.